ഇറാന് പിന്തുണ ആവർത്തിച്ച് അറേബ്യൻ രാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ സഹായം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തേടിയത്. അത് നേരിട്ട് സൈനികമായിരിക്കുന്ന സഹായമല്ല, പകരം നിങ്ങളുടെ ഒരു മാനസികമായിരിക്കുന്ന പിന്തുണ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അനിവാര്യമാണ്, അതിന് സഹകരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. താങ്കൾ ഒരിക്കലും ഈ കാര്യത്തിൽ സഹകരിക്കില്ല എന്നുള്ള മറുപടി അറേബ്യൻ രാജ്യങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. കാര്യം മേഖലയിലുള്ള സമാധാനമായിരിക്കുന്ന നിലനിൽപ്പിനും അറേബ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പിനും ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുക എന്നുള്ളത്, സൈനികപരമായി നിലനിൽക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ആ കാര്യമാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇന്നത്തെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. സർവാധിപത്യം പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവരെ എതിർക്കപ്പെടുകയോ വിമർശിക്കുകയോ അവരുമായിട്ട് താല്പര്യമോ ഇല്ലാത്ത രാജ്യങ്ങളെ ഒന്നൊന്നായിട്ട് അവർ ഇല്ലാതാക്കുന്നു. അത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, അവരിൽ തങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ള ബോധ്യം തങ്ങൾക്കുണ്ടായത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടനുബന്ധിച്ചാണ്. എല്ലാ തരത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന അമേരിക്ക ഈ കാര്യത്തിൽ മൗനം പാലിച്ചു എന്ന് മാത്രമല്ല, ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്തു. അതല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലിൻ്റെയും സംയുക്തമായിരിക്കുന്ന സൈനികരാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ ഒരു സ്ഥിതി ഉണ്ടാക്കിയത് ആരാണ്? അമേരിക്കയാണ്. പിന്നെ ഏത് തരത്തിലാണ് അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായ രീതിയിൽ തന്നെ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതവർ പല ഘട്ടത്തിലും പറയുന്നുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ലോകത്തെ ഏക രാജ്യത്തിൻ്റെ പേര് ഈ ഇറാൻ മാത്രമാണ്. റഷ്യയും ചൈനയും പോലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞൊരു വെല്ലുവിളി നടത്തിയിട്ടില്ല. അതിപ്പോൾ ഇറാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇത് അവർക്ക് വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. സർവ്വ പിന്തുണ ആര് നൽകുന്നുണ്ട്? അറബ് രാജ്യങ്ങൾ ഇറാന് നൽകുന്നുണ്ട്. സാമ്പത്തികമായിരിക്കുന്ന സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ള ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഇതിനിടെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനപ്പുറം ഇപ്പോൾ വലിയ രീതിയിലുള്ള നേരിട്ടുള്ള പിന്തുണ. കാര്യം എന്ന് പറയുന്നത് 10-15 വർഷത്തോളം സൗദി അറേബ്യയും ഇറാനും തമ്മിലൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാതൊരു സഹകരണം, നയതന്ത്ര ബന്ധം പോലും വിച്ഛേദിക്കപ്പെട്ടിരുന്നു. പിന്നീട് 2023 ഒക്ടോബർ 7 ഉള്ള ഹമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് 2024 ഏകദേശം മധ്യത്തിലാണ് ചൈനയുടെ നേതൃത്വത്തിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നത്. യമനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഹൂത്തി വിമതരുമായി ഏറ്റുമുട്ടിയ രാജ്യമായിരുന്നു സൗദി അറേബ്യയും UAE-യും. അത് അവിടുത്തെ യമനിലെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പ്രാദേശിക സൈനിക ട്രൂപ്പായിരിക്കുന്ന ഹൂത്തികളുമായി നിരന്തരം ഏറ്റുമുട്ടി വലിയ സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതൊരു വൈരമായിട്ട് നിലനിന്നത് ചൈനയാൾ ഇല്ലാതായി, അതോടുകൂടി ഫ്രീ ആയി എന്ന് മാത്രമല്ല, 10-15 വർഷത്തിനിടയിൽ ആദ്യമായി ഇറാൻ്റെ ഒരു പ്രസിഡന്റ് സൗദി അറേബ്യ സന്ദർശിക്കുകയും ചെയ്തു. ഇബ്രാഹിം റൈസി ജിദ്ദയിലെ അറബ് മുസ്ലിം ഉച്ചകോടിയോടനുബന്ധിച്ച് സന്ദർശനം നടത്തിയത് ലോകാടിസ്ഥാനത്തിൽ വലിയ വാർത്തയായിരുന്നു. കാരണം ഇത്രയും കാലം തെറ്റ് നിന്നിരുന്ന വിഭാഗങ്ങൾ ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പറയപ്പെട്ടിരുന്നത്. ഇപ്പോൾ രീതികൾക്ക് മാറ്റം വന്നു. ഒന്നിച്ചതോട് കൂടിയിട്ട് പിന്നെ എന്തുണ്ടായി? ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ വിഷയത്തിലും ഇടപെടാൻ ഇറാൻ അവസരം കിട്ടി, അവർ ഇടപെടാറുമുണ്ട്. ഇറാൻ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നീട് റഷ്യക്കും ചൈനക്കും ഈ മേഖലയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് കൂടിയാണ്. അതും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ മേഖല അപ്പാടെ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖല ഇറാഖിനെ പോലെ മാറ്റാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിക്കും. അതിലുള്ള ശ്രമം അവർ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതോ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധമാണ് അല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് സർവാധിപത്യവും സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വലിയ രീതിയിലുള്ള ഇടിച്ചുകയറ്റം നടത്തുന്നു. അതോടൊപ്പം റഷ്യയും ചൈനക്കും ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ ഇടപെടൽ നടത്താൻ അവർക്ക് സാധിക്കും. തങ്ങളുമായിട്ട് അകന്നു പോകാനും സാധിക്കും. ഇപ്പം തന്നെ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഏറെക്കുറെ അമേരിക്കയും അറേബ്യൻ രാജ്യങ്ങളും അകന്നു നിൽക്കുകയാണ്.
അതിനിടയിൽ ഫലസ്തീൻ്റെ വിഷയം ഉണ്ടായതോടുകൂടി അത് ഒന്നുകൂടി രൂക്ഷമാവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇറാൻ്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതൊരു ഫൈനലാവും എന്നും കൂടിയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ബന്ധം മുറിയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. പല രീതിയിലും ആ ശ്രമം നടത്തിയിട്ടും ഒരു അറബ് രാജ്യങ്ങൾ പോലും തങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരത് പറയുകയും ചെയ്തു. മുൻപത്തെ പോലെയല്ല അറേബ്യൻ രാജ്യങ്ങളുടെ സമീപനങ്ങളും നിലപാടും. അവർ ചില നിലപാടുകളും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. തങ്ങൾക്കത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്ത് പറയുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആക്രമിക്കാൻ അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോ മറ്റ് ലോക രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. പല ഘട്ടങ്ങളിലും പല ലോക രാജ്യങ്ങളും അമേരിക്ക ആക്രമിക്കാറുള്ളത് അമേരിക്ക നേതൃത്വം നൽകുക മാത്രമാണ് ചെയ്യുക. പിന്നാമ്പുറം പല രാജ്യങ്ങളും ഉണ്ടാവും. അത് ഖത്തറിലൊക്കെ നമ്മൾ കണ്ടതാണ്, ലിബിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, സുഡാനിൽ ഏറെക്കുറെ കണ്ടിട്ടുണ്ട്. പല മേഖല അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു രാജ്യം പോലും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകി ഇറാൻ ആക്രമിക്കണം എന്ന് പറയുന്നില്ല. അത് അവർക്കും വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യത്തിൽ ഇറാൻ അറബ് രാജ്യങ്ങളുമായിട്ട് ഉടക്കിയിട്ടാണ് അവിടെ ഇറാന് നേരെ ആക്രമണം നടത്തുന്നത് എങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വലിയ വിഷയങ്ങൾ വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിച്ച് തകർക്കുമെന്നാണ് പറയുന്നത്. വെറും ആക്രമണം എന്നല്ല പറയുന്നത്, ഇല്ലാതാക്കും, പൊടിപടലങ്ങളാക്കി മാറ്റും എന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ സ്വാഭാവികപരമായ രീതിയിൽ മുമ്പ് ഇറാഖ് പറഞ്ഞ പോലെ തന്നെ പറയും, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളോടുള്ള ശത്രുത ഞങ്ങളുടെ രാജ്യത്തേക്ക് ഇറാൻ തീർക്കുന്നത്. അപ്പോൾ അത് ഇനിയും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തങ്ങളുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ഒരുപക്ഷേ അറബ് രാജ്യങ്ങൾ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എതിർത്ത് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അത് ഇറാഖ് പറഞ്ഞിട്ടുണ്ട്. ഇറാഖിൽ വെച്ചിട്ടായിരുന്നു ഇറാൻ്റെ സൈനിക മേധാവിയായിരിക്കുന്ന ഖാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ബാഗ്ദാദ് ഇറാഖിൻ്റെ തലസ്ഥാനമാണ്. കൊലപ്പെടുത്തുന്നത് അമേരിക്കയാണ്. പ്രവൃത്തി ചെയ്യുന്നത് ഇറാഖിലാണ്. അതോടുകൂടി ഇറാൻ ക്ഷുഭിതരായിക്കൊണ്ട് അതിന് തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല 60ഓളം അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തി എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അമേരിക്ക പറയുന്നത് 2-3 സൈനികർക്ക് പരിക്കേറ്റു, നിസ്സാര പരിക്കേറ്റു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇസ്രായേലും അമേരിക്കയും അവരുടെ സൈനികർക്ക് എന്തെങ്കിലും പരിക്കേറ്റാൽ ഒരു നിലത്തും അവർ സ്ഥിരീകരിക്കില്ല, ഒരു തരത്തിലും അതൊരു പറയാറില്ല. ആ രീതിയാണ് യഥാർത്ഥത്തിൽ അവിടെയും ഉണ്ടായത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സ്ഥിതികളൊക്കെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇറാഖ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ശത്രു അല്ല ഇറാൻ, അതായത് ഇറാഖിൻ്റെ ശത്രു ഇറാൻ അല്ല, ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമാണ്, വലിയ ബന്ധമാണ്. ആ ബന്ധത്തിൽ ഉലച്ചിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് അവരെ ആക്രമിക്കുന്നത് കൊണ്ടാണ് അവരവിടെ നിന്ന് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ആക്രമിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആക്രമിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരാക്രമിക്കുന്നത് ഞങ്ങൾക്കെതിരെയുമല്ല. പക്ഷേ ഭൂമിക ഏതാണ്? ഇറാഖിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വിട്ടുപോകണം. നിങ്ങളുടെ സൈനിക ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണം. ഈ രാജ്യത്തിൽ നിങ്ങൾ കടന്നു പോകണം എന്നുള്ള കാര്യം ഇറാഖ് അമേരിക്കയോട് പറഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ ഒരു ആഘാതമായിരുന്നു. സംഗതി അവരെ അനുസരിച്ചിട്ടില്ലെങ്കിൽ പോലും 2500-ലധികം സൈനികർ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇറാഖിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അറേബ്യൻ രാജ്യങ്ങൾ സമാനമായ രീതിയിലുള്ള നിലപാട് പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിച്ച് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഇറാൻ ആക്രമിക്കാൻ സാധിക്കുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഒരു തരത്തിലും അതിനുള്ള സഹായ കാര്യങ്ങൾ അമേരിക്കയുടെ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, എതിർക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ അറബ് രാജ്യങ്ങൾ പിന്തുണക്കും. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന്, അറേബ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്.